അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം നല്ല പോലെ ഉറങ്ങി എന്ന് തന്നെ പറയാം. ഫ്രഷായി വണ്ടി എടുത്ത് നേരെ ഇറങ്ങി. മഴ വിട്ടു മാറിയിട്ടില്ല, നല്ല അടിപൊളി വൈബ്. യെസ്, എന്റെ പേര് ഷഹൽ, ഞാനൊരു ഖത്തർ പ്രവാസി. മെട്രോ കയറി പിന്നെ ട്രാമിൽ സീഫ് ലുസൈലിൽ വന്നിറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. മാഷാ അല്ലാ, കോടയിലും അതേപോലെ മഴയിലും പുതഞ്ഞു നിൽക്കുന്ന പ്ലാസ ടവർ, ഇരുണ്ട പ്രഭാതം, ചെറുമഴയും, പിന്നെ പറയണ്ടല്ലോ മഴ കണ്ടാൽ എന്റെ അവസ്ഥ. കുറെ വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഡ്യൂട്ടിക്ക് കയറി. എല്ലാ ദിവസവും ഫുൾ സ്ലീവ് ഇട്ട് വരുന്ന ഞാൻ ഇന്ന് വന്ന കോലം കാറ്റും തണുപ്പും ഒന്നും പറയണ്ട. തണുപ്പായതുകൊണ്ട് മോർണിംഗ് ഡെയിലി ഉള്ള സ്മൂത്തി നമ്മൾ ഒഴിവാക്കിട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ടീ വേൾഡിൽ നിന്ന് തന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, അതായത് ഇവൻ ജസീൽ. ഇവനാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വ്ളോഗിൽ കമന്റ് അടിക്കാറ്. ഇവിടെ ഒരു കമ്പനിയിൽ ന്യൂ ജോയിനിങ് ആണ്. ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി അതേ കാലാവസ്ഥയാണ് പുറത്ത്. അതിന്റെ ഇടയ്ക്കിതാ രാവിലെ കാണാതെ പോയ സൂര്യൻ പുറത്തു വന്നിരിക്കുന്നു. കൊള്ളാം, ഇപ്പോഴെങ്കിലും ഒന്ന് പുറത്തു വന്നല്ലോ. ട്രാം കയറി നേരെ ദോഹക്ക്, അവിടുന്ന് വണ്ടി എടുത്ത് റൂമിലേക്ക്. ഇന്നലെ റെസ്റ്റ് എടുത്തതിന് മാത്രം ഇന്ന് ഓട്ടം കുറെ ഉണ്ട്. അതായത് ഒരു മീറ്റിംഗ്, അത് കഴിഞ്ഞൊരു ഷൂട്ട്. ഫ്രഷായി നേരെ റമീസിനെയും കൂട്ടി സൂക്കിലേക്ക് ഇറങ്ങി. മറ്റൊന്നുമല്ല, ചായ കൂടി തന്നെ മെയിൻ. അവിടുന്ന് ഇശാൻസ്കാരവും കഴിഞ്ഞ് മീറ്റിംഗിന് ഇറങ്ങി. അതായത് ഖത്തർ പൂരത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ട്. ഇന്ന് കേക്ക് ആശനിലാണ് നമ്മുടെ ഷൂട്ട് കേട്ടോ. കൂടെ നമ്മുടെ പാർട്ണർ ആഷിയുടെ ബർത്ത്ഡേ ആണ്. അവന് സർപ്രൈസ് കൊടുക്കാൻ ഒരുപാട് പ്ലാനിങ് ആയിട്ട് അവന്റെ വൈഫുണ്ട്. അവൾ ആഗ്രഹിച്ചതുപോലെ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവനും ഹാപ്പി, അവളും ഹാപ്പി. കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് ആശൽ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് ഹാമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക്. ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റൊന്നുമില്ല, ഫ്രഷായി നേരെ ബെഡിലേക്ക്. അപ്പോ ഇൻഷാ അല്ലാ ഇന്നേക്ക് വിടാം. ബൈ.